സദ്വിശരണം ഗുരുധർമ്മ സംരക്ഷണ സംഘം എന്ന നമ്മുടെ ഈ ചാനലിൽ ഗുരുവാണി 30-ാം നമ്പറായിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഗുരുവാണിയെ നോയ്സ് റിമൂവ് ചെയ്ത് ഗുരുവിൻ്റെ സൗണ്ടിനെ ക്ലാരിറ്റി ആക്കി എടുത്ത് റീ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ കാണുക, കേൾക്കുക. സദ്വിശരണം. എല്ലാവരും പറഞ്ഞു ആ ദിവ്യാണെന്ന് എത്തി ചെയ്ത് പക്ഷെ അങ്ങേർക്ക് വരാറില്ല. രാമരാജ്യം വരണമെന്നാണ് എനിക്ക് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ തെറ്റാണ്. അത്രമാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുന്നത് അത്രമാത്രം. അദ്ദേഹത്തിന് ചിന്തിച്ച് ബുദ്ധിയിലെടുക്കാവുന്ന നന്മ അത്രയേ ഉള്ളൂ. ഇന്ത്യക്ക് അതേ ഉള്ളൂ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭാവമാണ് അദ്ദേഹത്തെ നിങ്ങൾ മാറ്റാനോ അദ്ദേഹത്തിലേക്ക് നിങ്ങൾക്ക് മാറാനോ കഴിയാത്ത കാര്യമോ. അത് തന്നെയാണ് ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇവിടെ ഇവര് 4 പേര് വന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു കുടുംബജീവികളായിട്ട് നിങ്ങൾ വരുന്നതാണ്, നിങ്ങൾക്ക് അതറിയണം. നിങ്ങൾ ഓരോരുത്തരും ഒട്ടടുത്തൊക്കെ മാറുകയല്ലേ. നിങ്ങൾ സ്വന്തമായിട്ട് ശരിയൊന്നും. പിന്നെ ഇത് കാണുമ്പോൾ വിഷമം തോന്നും. ഞാനായതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ കുറെ അറിവില്ലാത്തവനായതുകൊണ്ട് തെറി പറയുന്നു. ഇവനോട് പറഞ്ഞിട്ട് കേൾക്കില്ല എന്ന് പറഞ്ഞു എന്താ മറികളയല്ലേ ഉള്ളത്. ശരിയാ തെറ്റാന്ന് പറയാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വളർത്തി ഉടക്കി കഥ അറിയാതെ ആട്ടുന്നതാണ്. അതിൻ്റെ ഒരു ചേലാണ് ഈ ജാതിയുടെ വലിയ മൂടുപിടുത്തവും. എവിടെ ചെന്നാലും തീവട്ടി പിടിച്ച് ഉത്സവം നടത്തി ഭഗവാന്റെ കാര്യം പറച്ചിലുമാണ് വേല. അതാണ് ഈ സി കെ രാമന് ഞാനെന്താ പറഞ്ഞത്? ആലോചിച്ചൊന്നും ബാധിക്കുന്നു. അവരിതിന്റെ ഒക്കെ മുൻപന്തിയിട്ടുണ്ട്. ഇത് ഗതികെട്ടിട്ട് പറയുന്നതല്ലേ. ഈ മനസ്സിലാകാത്തവര് എന്തായിരിക്കും പറയുന്നത്? അവൻ അവിടെ ജാതി വന്നിട്ടല്ലേ അവനിത് പറഞ്ഞത് എന്ന് പറയാം. അതിനൊരു കാര്യം. പ്രാർത്ഥന എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ പാടില്ല. നമുക്ക് ഭക്തി വരുമ്പോ ഇമ്പം വരുമ്പോ
അച്ഛനോട് അമ്മയോട് ഭർത്താവിനോട് ഭാര്യയോടൊക്കെ ഇങ്ങനെ സ്വതന്ത്രത കാണും. അതുപോലെ ദൈവത്തോട് കാണും. ഇല്ലേ? ശരിയായി പറഞ്ഞു. ഇത് നമ്മുടെ ഒരു അറിവ് കുറവാണ്. അത് നമുക്ക് താങ്ങിയെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതിങ്ങനെ വന്നിട്ട് വീട്ടുകാരുടെ ഭാഗന്നിട്ട് ഇത് കൊച്ചുമക്കളുടെ ഇത്. ഈ വല്യമ്മ വളർന്നു വരുമ്പോ അങ്ങ് ചാവും. ഈ മക്കൾ ഒറ്റെണ്ണ രക്ഷപ്പെട്ടു. അതിനെന്താണ് നിങ്ങളുടെ മുമ്പിൽ അതിനൊരു പരിധി? അതാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഓരോ കുടുംബത്തിൽ കാണുന്നു. ഓരോ കുടുംബത്തിലല്ല, നിങ്ങളുടെ മുമ്പിൽ ഈ പരിചയമുണ്ട്. നിങ്ങളുടെ അടുത്ത് അത് നിങ്ങൾക്ക് പഠിക്കാനൊക്കെ നിങ്ങളുടെ മുമ്പിലെ പരിചയം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? അപ്പൊ ഒരു വീട് മൊത്തം ചൂണ്ടിക്കാണിച്ചു. അതങ്ങനെ ഒരു വഴി. ഇതൊക്കെ അവര് അറിവായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഒരു വീട് രാജേന്ദ്രന്റെ മുരിക്കുമ്പോഴേ രാജേന്ദ്രന്റെ വീടും അവന്റെ എന്താ എന്ത് വെച്ചാൽ ആരാണ് നിന്നെ ഇത്ര വെറുതെ പിടിപ്പിച്ചത്? അവളായിരിക്കും. നീ അങ്ങനെ കാച്ചണ്ട. പോ. ഇന്നലെ മിഞ്ഞാന്ന് ആ തള്ളയും മക്കളും കൊച്ചുമക്കളുടെ മക്കളുമായിട്ട് വന്നു. അവരുടെ പിന്നെ ഉദ്യോഗത്തൊക്കെ രണ്ടാമക്കളുണ്ടായി. രണ്ടും കോളേജ് പ്രൊഫസർമാർ. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നതേ ഇല്ല. അവരുടെ ഓരോ മക്കളും ഇങ്ങനെ തേഞ്ഞ എന്തുപോലെ മനസ്സിലാവില്ല. ഇതിവിടെ വന്ന് ഓരോ പോത്തങ്കോട് മഹേശന്റെ ആ ബന്ധുക്കളും മൊത്തം അവരെ എന്നെ അറിയാം. അല്ലെങ്കിൽ അത് തിരിച്ചു എന്നെ അറിയാത്തവരാണ് അവരെന്തെല്ലാം പ്രാർത്ഥന നടത്തി. നിങ്ങളെപ്പോലെ ഒന്നുമല്ല. രാവും പകലും അറിയാൻ വയ്യാതെ പ്രാർത്ഥിച്ചവരാണ്. കല്ലിത്രച്ച കുന്താൻ കല്ലാണ് ഇളകി വരുന്നത്. ഇത്രയും പ്രാർത്ഥിച്ച് അടി പൊട്ടിയിട്ടും പ്രാർത്ഥന കുറയ്ക്കില്ല. ഇത്രയും ഒരു 7 കൊല്ലം ചെയ്താണ് വീട്ടുകാർ ഒരു അവർക്കിത് മനസ്സിലായത്. ഇതെല്ലാം എന്താ ഇവൾക്കിത് മനസ്സിലായത്? ഇത് ഓർമ്മിക്കേണ്ട ഇവൾ അത്ഭുതങ്ങൾ വെള്ളിക്കാടിക്കുന്നു. ഇവളെ ഇതിനകത്ത് നിർത്തരുതെന്ന് തോന്നുന്നു. ഇവളെന്തെല്ലാം പരിചയം. എന്താണെങ്കിലും ഒരു സ്നേഹവും ബഹുമാനവും നമ്മളെ കാണിച്ചു വന്നതാണ്. ഇതിനൊരു മാന്യത നമ്മൾ തീർച്ചയായിട്ടും
തടി കഴിഞ്ഞിട്ടൊന്നും ഉപകരണമാവില്ല. അല്ലെങ്കിൽ പിന്നെ അതുപോലെ വെറുതെ വെക്കാൻ ഇപ്പൊ പരിഷ്കാരം വരുന്നില്ല. എന്തില്ല ഉരുത്തി തടി അതുപോലെ തന്നിട്ട് പിന്നെ ഉരുത്തിയും വേണ്ട, തടി അതുപോലെ വെട്ടിക്കൊണ്ടൊന്നും വിൽക്കാത്തത്. എല്ലാം എവിടെ നിന്ന് വന്നാണ് ഇത്? അവിടെ നിന്ന് വന്ന അതുപോലെ പരിസ്ഥിതി ഇത് പറയുന്നതിന്റെ മുമ്പിലത്തെ ഓരോന്ന് പറയും. എന്താണ് ഈ പരിസ്ഥിതി? അല്ല, പരിസ്ഥിതി എന്താ കാടിന്റെ രോമം പറിയാതെ നോക്കുക. ಇನ್ನೊಂದು ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചവന്റെ കൊള്ളരുതായെങ്കിലും ഇങ്ങനെയാണെങ്കിൽ പഠിക്കാത്തവന് എന്ത് ചെയ്യണമെന്ന് എനിക്ക് പറയും. ഇത് നിങ്ങൾ കൊള്ളരുതായിട്ടല്ല കണ്ടിരിക്കുന്നത്. വരും ഞാൻ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തറിയാം? ഇതൊക്കെ നിങ്ങളോടുള്ള വിഷമമാണ് ഞാൻ ഈ പറയും. പറയുന്നത് നിങ്ങൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, എന്ത് ചെയ്യണം? വിഷമം, പ്രയാസം, ഒരു തരത്തിൽ നിങ്ങൾ നന്നായി. അത് എൻ്റെ കൂടെ നിൽക്കുന്ന ഈ പിള്ളേരിൽ എല്ലാവരെയും കാണുകയും സകല പേര് ഞാനിവിടെ എന്ത് ചെയ്യാൻ ഒറ്റപ്പെടാനും വെച്ച് അപ്പൊ ഇവരൊക്കെയാണ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്കത് കാണുമ്പോൾ ഒരു ഉച്ച കാര്യം എനിക്കൊക്കെ നഷ്ടമാണ്. അതാണ് ഇവരോടുള്ള ദേഷ്യം. എന്തുമില്ലാന്ന് കിടക്കുന്ന ഇങ്ങനെ നൊന്ത് ചോദിക്കുന്നത്. ഇതൊക്കെ ഈ വീട്ടഴക് നാട്ടഴക് ആ രാജ്യത്തെ മുടിപ്പിച്ചു. ഇങ്ങനെ മനസ്സിലാകുന്നതില്ല. ഇതമ്മ കൊച്ചുങ്ങളെ വളർത്തിട്ട് കൊത്തിയാണ് അവര് ഒരു ദിവസം 7 പ്രാവശ്യം ഇരുത്തിക്കൊണ്ട് കരയും. ഇത് ചിലപ്പോ അച്ഛൻ കണ്ടു, അച്ഛനും കണ്ടു. അതിനൊരു പരിചയം GPA കണ്ടു. അവളെങ്ങനെ ചെയ്യുന്നു? ഭയങ്കര സ്നേഹവും ബഹുമാനം. പക്ഷെ കരച്ചിൽ മുൻപന്തിയിൽ എത്തിച്ച ചോടിക്കേറി കഴിയും. എന്താന്ന് പറയാ, ഈ വീടിനകം നഷ്ടമായി.
പിള്ളേരിങ്ങനെ വളർന്ന് ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇവരെ വീട്ടിൽ നിന്ന് പറഞ്ഞു, ഇവര് അവിടെ ചെന്ന് ഈ വീട് മൊത്തം നിറയ്ക്കില്ല. അതന്നെയാണ് സുമയുടെ കാര്യം. ഇത് കൊണ്ടേയിരിക്കുക. നിന്റെ അമ്മ ആശാത്തി കണ്ടെത്തുന്നത് അതല്ല, അവസാനത്തെ ആശ്വാസം ഉണ്ടായിരുന്നു. അറിയാം, നിങ്ങൾ തന്നെ പറ, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞവരല്ലേ എന്താണ് അവസാനത്തെ ആ ആശ്വാസം ഉണ്ടായിരുന്നു. ഓട നീ എടാ മരിക്കാൻ വേണ്ടി ഒരു 6 മാസം കിടന്നില്ല. അപ്പോഴുള്ള ആശ്വാസം കണ്ടെത്തൽ എങ്ങനെയായിരുന്നു? പറ. എടാ അതല്ലടാ, അത് പോട്ടെ, അവരാശ്വാസം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എനിക്കിതിപ്പോഴും മനസ്സിലായില്ല എന്ന് പറഞ്ഞു ഞാൻ എന്ത് പറയും? അമ്മ ഇതൊക്കെ കാണിക്കുമ്പോ അമ്മ എനിക്ക് ഇനിയൊന്നും ശരിയായിരിക്കും. പിന്നെ ഞാൻ എത്ര നിന്നത്തെ ആയിട്ട് എഴുതാം. ഓടാ, നീ ഇത് കണ്ടില്ല, ഉദ്ദേശിച്ച ഇത് നീ കണ്ടതാണ്. എങ്ങനെയുണ്ട്? ഒരു മഴ വരുക ഇത് നിങ്ങൾക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ഇതാണ് ഇപ്പൊ ഇവരുടെ വീടിന്റെ കാര്യം പറഞ്ഞു. ഇതാണ് അമ്മ വീട്. കേട്ടോ, ഇവിടെ ഒന്നും വീട്ടിൽ കുറെ പടം മൊത്തമായിട്ട് നമ്മൾ വീഡിയോ പിന്നീട് പടം ചെയ്തത്. അപ്പൊ അസുഖമായും കിടക്കുന്നത് ഞാൻ ജോലി പറഞ്ഞാണ് ഇന്ന ദിവസം ഞാൻ പറഞ്ഞു കാണിച്ചിട്ട് ഇന്ന മറുപടിയാവും ഓർമ്മില്ലായിരുന്നു. ഇതാണ് മറുപടിയാവുന്നത്. വിഷമമാണ്, പ്രാർത്ഥിക്കണം. ഒരു പൗർണമി ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ പതിനൊന്ന് കഴിഞ്ഞിട്ട് ഈ കഥയും തുടങ്ങി. അങ്ങനെ ഒരു 10-10:15 അപ്പൊ ഒന്ന് ഫോൺ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എന്റെ വിഷയം അറിയിക്കട്ടെ. എന്താണ് 2.5 മണിക്ക് ഫോൺ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ധർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിറ്റേന്ന് വന്നിട്ട് എവിടെ ഞാൻ ഇങ്ങനെ പോയില്ല. പിന്നെ കണ്ടപ്പോ എവിടെ പറയുന്നത് ഒരു 12 മണി എനിക്ക് 20 പേരൊക്കെ ഇങ്ങനെ കാണും. അങ്ങനെ സ്ത്രീകൾ പിടിക്കാൻ മോഹനോ ഓർമ്മ തന്നെ പറ്റും. ആ മോഹം ഞാൻ അമ്മയുടെ പേര് ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകും. കുറെ പൈസക്ക് സിറ്റുവേഷൻ അമ്മയെ പിടിക്കാനായിട്ട് അമ്മ ഇത് കണ്ട് അതിന് ചെയ്യാൻ ഒരു കലമ്പുരിമാരിന്റെ പ്രവാചകനെ ഈ ആത്മാവ് വിട്ടു തിരിക്കാൻ കഴിയില്ല എന്നതാണ് കഴിക്കുന്ന. നമ്മുടെ അല്പസമയം പ്രാർത്ഥിക്കുന്ന ജോലി ആവശ്യത്തിന്
വീട്ടിൽ നിന്ന് കിട്ടുന്നല്ല എനിക്ക് ആത്മാവാൻ ഒത്താമത്തെ ആശ്വാസം വീട്ടിലൊക്കെ തന്നെ ഒരിക്കലും തോന്നുന്നുണ്ട് വേറെ ആരെങ്കിലും എന്നാൽ അറിയുന്നു ഉത്സവം തമ്മിൽ കണ്ടുപോയി തമ്മിലെ ഉത്സവം മതി അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാനിത് പറയുന്നത്. ഇത് ചെറിയ ഒരു വികാരത്തിന് വേണ്ടി വികൃതിക്ക് വേണ്ടിയോ ഈ പെണ്ണും ആണോ ഇതിന് ഏതിനെയും മറച്ച് പറയാനും മറച്ച് ചെയ്യാനും അവർക്ക് യാതൊരു ഇതും. ഇതാണ് എൻ്റെ അടുത്ത് എനിക്ക് വിവേചനം. ഈ കുട്ടികളൊക്കെ വന്ന് നിൽക്കുമ്പോ ഈ മുതിർന്നവരെ അത്രയും എനിക്ക് പേടി. ഇവരുടെ ഒക്കെ പ്രായത്തിലുള്ളവരെ പേടിയാണ്. ഇവരെന്താണ് മനസ്സിൽ വെച്ചിരിക്കുന്നതെന്ന് അറിയാം. അതുപോലെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ മറ്റൊരാളുടെ ചെയ്ത് എടുക്കട്ടെ എന്ന് മനസ്സിൽ വരുന്നതാണ് എനിക്ക് തോന്നുകയാണ് അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നുന്നു ഇങ്ങനെ ചെയ്യാമെന്ന് പറയും അങ്ങനെ വന്നാൽ അവർ എടുത്ത് അവർക്ക് വരാമെന്ന് കാര്യം വരട്ടെ അതിന് അവസരം ചോദിക്കും താമസം ശ്രദ്ധിക്കുന്നു സ്വാമി എന്തായിരുന്നു ഒരാളായിട്ട് പറയാം അതിപ്പോ അതിനെ വരുന്നത് എന്തായിരുന്നു എനിക്ക് ശരിയാണെന്ന് പറഞ്ഞൂടാ എനിക്കത് വിഷമമുണ്ടാവുള്ളൂ കഴിവ് നോക്കിയില്ല നമ്മളെപ്പോൾ വരികയാണെങ്കിൽ മറ്റാളെ നീ ഉണ്ടോ വേണ്ട നീ ഒരു കസേര ഇരുന്നാൽ നിന്നേക്കാൾ പ്രാപ്തികളാണ് ആ കസേര പ്രാപിച്ചിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് പറയുന്നു എന്തുകൊണ്ടാ കൊള്ളാൻ ചെയ്തു പറയും ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കെല്ലാം ഞാൻ ആ സമയം അനുസരിച്ച് തിരുത്തി പറഞ്ഞു. എങ്കിലും കഴിയുന്നു. ആ വാസനാമയം ഒരിക്കലും നടക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പൊ നിങ്ങളാണെങ്കിൽ ഇങ്ങനെ ഈ ഇന്നലെ മേട് പറഞ്ഞ് എനിക്ക് അവരുടെ അമ്മയുടെയും അവളുടെയും അവരുടെയൊക്കെ പെരുമാറ്റം കണ്ടപ്പോ എനിക്കിത് എന്താണ് ഇവര് കാണിക്കുന്നത്. അവരവരുടെ ന്യായത്തിൽ അംഗീകരിച്ചു നിർത്തുക. ഇങ്ങനെ കണ്ടെങ്കിൽ വീട്ടിൽ ഇത്ര അവശത അനുഭവിച്ചിട്ട് ഇവർക്ക് ഇതേ കഴിയുള്ളൂ എന്ന് പറയുമ്പോ അവരെ എങ്ങനെ മനസ്സിലാക്കാൻ? ഇവിടെയാണ് നമ്മൾ തോറ്റു. ഈ അതൊരു തെളിവ്. ഈ കൊച്ചിന്റെ വല്യമ്മ ഒരു വാക്ക് പറഞ്ഞു ഞാൻ പറയാറുണ്ട്. അതങ്ങനെ വന്ന് അവള് ഈ അവളൊരിക്കലും ഒരു മുഖം ചീത്തയായി കാണിക്കാതെ നടന്നു. ഇതിന് ശേഷം അവളുടെ മുഖം നീള് കണ്ടപ്പോൾ എനിക്കത് പരിചയമില്ല. എന്ത് ചെയ്യും? നിങ്ങൾ പരസ്പരം എനിക്ക് അറിയാതിരിക്കരുത്. സിനിമാക്കിനെ കണ്ട ഒരുപാട് കാര്യം പഠിക്കാൻ. എന്താണെന്നറിയാം, ഈ ഭാര്യയും മക്കളെയും വീട്ടുകാരെയൊക്കെ പാഠം പഠിപ്പിക്കുന്നതാണ്. ഈ എന്നെ മനസ്സിലാക്കിയിട്ടില്ല, പഠിച്ചു. അങ്ങനെ ഇപ്പൊ പറഞ്ഞു ഇത് നമ്മുടെ വീടിൽ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ല. ഇതെങ്ങനെ കളഞ്ഞു? ഇത് ഇപ്പൊ
നമുക്കുണ്ട് എന്ത് പഠിക്കാനൊക്കെ പഠിച്ച് ആലോചിച്ച് അവള് പഠിച്ച് അവൾ ഇരുന്നെത്തി. പിന്നെ ഒരു നല്ല ബുദ്ധി വേണമെന്നുണ്ട്. പക്ഷെ തൻ്റെ കാര്യത്തിൽ വരുമ്പോൾ എന്താണ് സാധിക്കും. ഇതാണ് അമ്മയുടെ സൂത്രം. അധികം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കറിയാവുന്ന കാര്യം. ഇതൊരു പെരവായിട്ടല്ല കാണുന്നത്. അന്ന് അതിന് പകരം നൊന്ത് കരയുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഇത് നന്ദത്തുന്ന കള്ളന്മാരെ അപ്പൊ ചെട്ടിമാവുണ്ടാവും. അത് പകരെയുള്ള മെച്ചത് പകരമില്ല. നല്ലത് പകരാൻ നിൽക്കും. ഇതാണ് കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാതെ വലിയ ബുദ്ധിമുട്ട്. ഞാൻ കണ്ണന്റെ കാര്യം പറയില്ലേ? എന്താ പറയുന്നത്? അതാണ് എന്താ അതൊന്നെ ഒന്നിനും ലംഘനം വരാതെ നോക്കും. ആണെങ്കിലും വിരോധമല്ല. അതിന് പറ്റിയ വഴി എല്ലാം നോക്കിയിട്ട് ആ വേണ്ടതോട് ചോദ്യം ചെയ്യുന്നു. ഇതിലുള്ള നല്ല പിന്നെ എന്താണെങ്കിലും ചിന്തിച്ച് ചോദിക്കും. ഇതിൽ ഓരോരുത്തരിലുള്ള ഒരു കുറവാണ് ഈ പറയുന്നത്. ഈ തുറന്ന് നിങ്ങളെ മാറ്റാതിരിക്കുന്നിടത്തോളം കാലം ചെയ്യുന്നത്. ഇപ്പൊ തുണിയുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ തുടങ്ങി ഇല്ലേ? എവിടെ ഇരിക്കുന്നു നോക്കില്ല. അതുപോലെ എന്റെ കൂടെ ഇരിക്കുന്ന ഈ പെൺപിള്ളേരെ എല്ലാം ഞാൻ നൊന്ത് പഠിക്കുക. നിങ്ങൾക്കത് മനസ്സിലാകും. എന്താണ് എനിക്ക് മത്സരം വരേണ്ടി വന്നത്? എന്താണ് അവിടെ അത് മാത്രമല്ല, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ പെൺപിള്ളേരും ഈ ആൺപിള്ളേരും ചെയ്തു കൊള്ളുന്നത് ഈ ലോകത്തും ഇങ്ങനെ അത് അങ്ങനെ വന്നില്ല. തലമാണിച്ചിട്ട് പുതിയനൊക്കെ ചിലപ്പോ കാണിക്കാൻ അവിടെ നോക്കുമ്പോ വിചാരം മനുഷ്യരിരുന്നിട്ട് അതങ്ങനെ പ്രതികാരമല്ല ഭക്തി. അവിടെ ഭക്തിയേക്കാൾ അവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഇനി ഞാൻ ഇതാണ് ഇന്ത്യയിലെ എഴുതാൻ കൂടുതൽ ആ വിനോദം ഇരിക്കാൻ പഠിക്കില്ല പഠിക്കും. അതല്ലാതെ അവരെന്തോ ചെയ്തിട്ട് അവരുടെ ഇത് അവസാനം ഇങ്ങനെ ഇപ്പൊ അവൻ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. നീ ഭാര്യ പഠിക്കോ, മക്കള് പഠിക്കോ, അവനെ ബന്ധപ്പെട്ടവർ പഠിക്കോ, അത് ഇവന്റെ ജീവൻ ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്നില്ല. ഈ ജീവൻ ഏത് രാശിയിലായിരിക്കുമ്പോൾ നിൽക്കുന്നു.
ആ അത് ഇതാണ് അത് ആ കുഴപ്പം പിടിച്ച രാജ്യം മനസ്സിൽ പ്രയാസമില്ല. മനസ്സിലെ പ്രയാസം ജീവൻ പോയാലും അത് ആ രാജ്യത്തിന് അതാണ് ഗീത എന്താ ആ ഇത് നിങ്ങളെ ദൈവം കാണിച്ചു തരുന്നതല്ല ഞാനും അതൊരു വലിയ പാഠമാണ്. ഇന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇത് ഈ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. അത് ഈ നമ്മുടെ താത്തയുണ്ട് അവർക്കിത് പറഞ്ഞ ഒട്ടും മനസ്സിലാവില്ല. ഇതെല്ലാം ഈ അമ്മ മോഡല ആ വീട് അത്രയ്ക്കും നശിച്ചു. ഇന്നും ആ പെൺപിള്ളേർക്ക് അത് മനസ്സിലാകുന്നില്ല. എനിക്ക് ഞാൻ ഇവിടെ വന്ന മാസം ഇങ്ങോട്ട് കഴിഞ്ഞു. അമ്മ കാണപ്പെട്ട ദൈവം അധികം വിളിച്ചത്. അമ്മ കാണപ്പെട്ട ദൈവത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്ന അമ്മയ്ക്കാണ് അറിവില്ലെങ്കിൽ അത് തോന്നുന്നത് അവിടെ എത്തുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. അതിനാണ് എനിക്കിന്നലെ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞെങ്കിലും സമാധാനമില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞ വാക്കൊക്കെ ഇവരെ ഒന്ന് ഉടച്ചു പാർക്കാൻ സാധിക്കില്ല. ഇതാണ് എന്റെ വിഷമം. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ഇന്ന് നേരം മുന്നിട്ട് ഇതിനു വേണ്ടി നിങ്ങളെ പരിചയപ്പെടുത്തുക ഇല്ലേ? എന്റെ വേല അത്രയും പോയില്ല, സമയം കളഞ്ഞില്ലേ? നിങ്ങൾ ഓരോരുത്തരും ചോദിക്കും. അതുപോലെ ഇവരെ ആരെങ്കിലും എന്റെ അടുത്ത് നിൽക്കുന്നവര് എനിക്കൊരു നല്ല സമയം നടന്ന് ചിന്തിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കണം. എനിക്കെന്ത് ചെയ്യുന്നു? ഇങ്ങനെ അങ്ങ് ചിന്തിച്ച അവസ്ഥമാകുക ഞാൻ ഉള്ള പ്രയാസമാണ്. ഞാൻ ഇത്രയും പ്രവർത്തിച്ച എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഈ കുട്ടികള് ഇവിടെ ഇങ്ങനെ പോയാൽ പേടിയാണ്. സത്യം പറയാം, ഇവരിങ്ങനെ ചുരുണ്ടവരുടെ അകത്തോട്ട് കയറിയില്ലോ. ആൺപിള്ളേരും പെൺപിള്ളേരും ഇവരെ അപ്പൊ എനിക്ക് ഇവരെ എന്ത് ചെയ്യുമെന്നുള്ളത് ശരിയാ. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ പലതും കാണിച്ച് വെളിയിൽ പോയ പിള്ളേരെ ഇപ്പൊ എനിക്കറിയാം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇതിങ്ങനെ വലിയമെന്നാണ് പറയുന്നത്. ഇത് മാറുന്നത് എന്ത്? നിങ്ങൾ അതിന് എന്തൊക്കെ ചെയ്യണം? അതാണ് ഇന്നത്തെ ഇന്നാരെങ്കിലും ഉണ്ടാ മീറ്റിംഗ്? ഈ നമ്മുടെ വലിയ കാര്യം എന്താ? അവരൊക്കെ വെച്ച് വന്ന് ഒരു നല്ല കാര്യം പറയട്ടെ. പക്ഷെ നമ്മൾ പറയേണ്ട ഈ വിഷമം നിങ്ങൾക്ക് രാവിലെയുള്ള ജോലിയില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ എനിക്ക് മൂന്ന് വിചാരിക്കുന്നു സ്വാമി ഇതുപോലെ തന്നെ ആരെങ്കിലും ഞായറാഴ്ച വരുന്ന വിഷയങ്ങൾ എഴുതിയെടുക്കാൻ എന്തോ സംസാരിക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കാനുള്ള ഇപ്പം എഴുതിയെടുക്കാൻ പഠിക്കാൻ പറ്റില്ല. അതൊന്നും അല്ല. നിങ്ങൾ ആരുടെ തല്ലിട്ടുണ്ടാണ് ഇത് വെച്ചുകൊടുക്കുന്നത്. ആരുടെ തല്ലിട്ട് വെച്ചു നിങ്ങൾ പഠിച്ചു ഉള്ള യോഗ്യ നേരെ ചെയ്യും. പക്ഷെ ഇങ്ങനെ പിള്ളേരും കളിച്ച് കളിച്ച് അവർക്ക് വേറെ നടന്നു സത്യത്തിലാണ്. നേരെയാണോ? അതല്ല, അങ്ങനെ സംശയമല്ല. ആരും എന്നെ അറിയുന്നില്ല എന്നുള്ള സങ്കടത്തിലാണ്. അവന്റെ ജീവിതത്തിൽ അതെങ്ങനെയാ
തുടർച്ചയായിട്ട് വന്നിരിക്കുക. ചെന്ന് എന്നെ കാണാതെ വിളിക്കുന്നത് അതങ്ങനെ അവളെ അവശതപ്പെടുത്തിയിരിക്കുക. നിങ്ങൾ ഇതൊക്കെ അറിയാതിരുന്ന എന്ത് ചെയ്യും? നിങ്ങൾ പറയുന്ന എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം നല്ലതാണ്, ഇവരെയൊക്കെ കണ്ടത് ഇതിൽ കൂടുതൽ ഒരു അനുഭവം എനിക്ക് വേണം. നേരെ മറിച്ച് നിങ്ങളുടെ കൂടെ താളം ചൊലുത്തിയും തുള്ളിയും നിങ്ങൾക്കൊപ്പം കളിക്കുകയും കളിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരോട് എന്തെല്ലാം കാര്യമെടുക്കുന്നു. കുറച്ചു എഴുത്തം കഴിയുമ്പോൾ അത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അതിനെന്താ ഉദാഹരണം? എങ്ങോട്ട് വേണം? ഏതൊക്കെ ഇത്രയും ഇതാരുടെ മുമ്പിലാണ് ഞാൻ ഈ കാണിക്കുന്നത്? നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ട് വല്ല വല്ലതും. ഇത് തികഞ്ഞ വേദന, ഇല്ലാത്ത വേദന ഒഴിവാക്കാം. എന്താണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും തരുമോ? നിങ്ങൾക്കത് ചിന്തിക്കാനും കഴിയുന്നില്ല. നിങ്ങളത് പാരിപ്പെടുത്തില്ല. നിങ്ങൾ എടുത്തില്ലേലും അതിന് ചീത്തേക്കാതിരിക്കും, അതിനും കഴിക്കും. ഈ പെട്ടുകുഞ്ഞിങ്ങനെ വളരെ മോശമായിട്ട് കാണിയ മുളയ്ക്ക് തുടങ്ങി എന്ന് പറഞ്ഞ് അവൾ അവിടെ ആലോചിക്കാറുണ്ട്. ആലോചിച്ച് ഇവളതാണ് നിന്റെ അമ്മ ഇതല്ലേ സാധനം. ഇന്ന് ആ സാധനം തന്നെ അത് കുത്തിയിട്ടു. നമ്മൾ സാധാരണ പറയുക എന്താ പറയുക? ഭൂമിയെ കാണുമ്പോഴേ ഭൂമിയെ പറഞ്ഞ അറിയാം. നിന്റെ അവിടെ അതന്നെ നമുക്ക് ഇത്രയും പാതകം മനസ്സിലാക്കിയിരിക്കുക. അവിടെ മാറി മനസ്സിലായിരുന്നു, മനസ്സിലായിരുന്നു. ഇതാണ് നമ്മുടെ ഓരോരുത്തരും എന്ത് ചെയ്യും? ഈ നിലയിൽ നിങ്ങൾ അങ്ങനെ ഓരോന്നും വായിച്ചു കൊടുക്കാറുണ്ട്. ഈ ജീവനെ എവിടെ പോയി? ഇങ്ങനെ ഉലകത്തിന്റെ നാശത്തിന് വശം വരുത്തിയിരിക്കുകയാണ് ഈ അറിവ്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് തുടങ്ങിയതാണ്. എപ്പോഴും എന്നിട്ട് പറയുന്ന വർണ്ണം വിദേശികളെയാണ്. അവർ വരാൻ കാരണം എന്തുകൊണ്ടത് വളരാനുണ്ട്. ഇത് നമുക്ക് മനസ്സിലായിട്ട് നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ട് വിഷമമല്ലാത്തത് കാര്യത്തിന് അങ്ങനെ കഴിയുന്നില്ല. എന്തൊരു വേദന. അത് ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ അവര് നന്നായാലും നന്നായില്ല. നമ്മുടെ കടപ്പാട് അവിടെ എന്താണ് അത് അവരോടൊന്ന് ആവശ്യപ്പെട്ട് പിന്നെ നിങ്ങളുടെ ഇഷ്ടം ഞാനതറിയുണ്ട്. അത്രയെങ്കിലും നിങ്ങൾ വേറൊന്നും പറയാനില്ല. നിങ്ങൾ അറിയിക്കേണ്ട കാര്യം പിന്നെ ഓരോരുത്തരും പ്രശസ്തനാവും. ഇതൊന്ന് അവരെ അറിയിക്കേ. ഇതൊക്കെ
അപ്പൊ എനിക്ക് ഇന്നലെ നിന്റെ വാക്ക് കേട്ടപ്പോൾ എനിക്ക് വിഷമില്ല. അവളെ നിർത്തിട്ടാണ് തോന്നിയത്. അവളെ നിർത്തി താങ്ങി അവക്കൊന്നും അറിഞ്ഞൂടാ. ഒരു ഒരു പാപത്താൻ കാണിച്ച് എനിക്ക് മഹാപാപമായിട്ട് ഈ അമ്മ വഴക്ക് പറയുമ്പോ ഈ തന്നെ കൊച്ച് ഈ അമ്മയാണ് ഈ കൊച്ചു കുഞ്ഞില് ഓ നമുക്ക് പണക്കം വരാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു അവിടെ മുതൽ ഏറ്റിയെടുക്കൊണ്ട് പോയി. ഈ കൊച്ചിനെ ഇപ്പൊ വേറെ എവിടെ ആയിട്ടാണ്. എന്നുവെച്ചാൽ അമ്മ അച്ഛനങ്ങ് വീണുപോയി, ബോധം കെട്ടുപോയി. ഇതൊക്കെ അതിനകത്തൊന്ന് പറയുന്നത് നീക്ക മുത്തമുണ്ടായി ബോധം കെട്ടുപോകാൻ ഇത്ര പാപമാണ് ഈ അച്ഛൻ. ഇന്നലെ അതൊക്കെ ആ വശം വന്നപ്പോ ഇങ്ങനെ പതുക്കെ മാറിയതേ ഉള്ളൂ. ഈ അറിവുകളൊക്കെ ഇതിനൊക്കെ ഇത്രയും സമയമെടുത്ത് നിങ്ങൾക്ക് കഴിയില്ല. എന്തുകൊണ്ട് ഗുരുവിന്റെ ചെയ്ത വീട്ടുകാർ ഇതാണ് നമുക്ക് ധരിക്കുന്നത്. നിന്റെ തള്ളയെ പോലെ അങ്ങനെ ഓരോന്നും ഞാൻ തള്ളിപ്പോ വന്നിട്ട് നിന്റെ സ്വഭാവത്തിൽ നിന്റെ അനിയൻ ജ്യേഷ്ഠന്മാർ തമ്മിലുള്ള സ്വഭാവത്തിൽ അവരെ എവിടെ എത്തിയിരിക്കുന്നു. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒന്ന് ചിന്തിച്ചിട്ട് പറയാൻ കഴിയാതെ ഇതൊന്നും ചിന്തിച്ചു. ഈ വേദന എന്തിനു കൊണ്ടുകയറ്റി. ഇതാണ് ഇതിനുള്ള പറയാനുള്ള കഴിയും. പ്രവർത്തിക്കാൻ ദണ്ണം വെച്ച് പ്രവർത്തിച്ചിട്ട് വാണം പോലെ അല്ല അവരിതിനെ നോക്കി കിടക്കരുത്. നിങ്ങൾ ഇപ്പൊ കണ്ട സൗകര്യത്തിൽ പ്രവർത്തിച്ച് മമ്മിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീടിനകത്ത് അങ്ങനെയുള്ളതാണ്. ആരെങ്കിലും അല്പം നല്ലതുപോലെ അവൻ ഏറ്റവും നല്ലവനാണെന്ന് അവരെ പറഞ്ഞു കൊടുക്കരുത്. എന്നിട്ട് അവനോട് പല ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് ഇവരങ്ങ് മാറിക്കുന്നത്. പിന്നെയൊക്കെ നാട്ടിലുള്ള മതി. മാറിക്കളയുമ്പോ അവൻ പറഞ്ഞ ജയിച്ചെന്നായിരിക്കും അവൻ അപ്പോഴുള്ള അറിവ്. അങ്ങനെ 10 പ്രാവശ്യം ജയിച്ചു വരുമ്പോ ഇവൻ ലോകത്ത് കൊള്ളാത്തവനാണ്. അതാണ് ബാലന്റെ മൂത്തണ്ണന്റെയും സ്വഭാവം. മൂത്തണ്ണൻ വേറൊന്നും ബാലൻ വേറെ. ഈ വീടിനെ പഠിക്കേണ്ട എനിക്ക് ഇങ്ങനെയാണ്. ഇവരാരെങ്കിലും മോശമാണ് അത് അവർക്ക് എന്തെങ്കിലും ദോഷമുള്ളതായിട്ട് ഒരു വ്യക്തിക്ക് കാണാൻ കഴിയില്ല. കുറ്റം ഞാൻ കാണുന്നില്ല. ഞാൻ ഇവനെ പറ്റി പറയുന്നത് എന്താണ്, നല്ല തികഞ്ഞ സോഷ്യലിസ്റ്റ് അല്ലേ. ഒരു ലഘുനവും വരുത്താതെ ഇങ്ങനെ ഇത് പോലെ തികച്ച മീനുമായൊന്നും കഴിയില്ല. ഇത്രയും പരിചയപ്പെട്ടത് നിങ്ങളുടെ എന്റെ അടുത്ത് ഇങ്ങനെയൊരു വയസ്സം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. നല്ലതുകൊണ്ടും ചീത്തകൊണ്ടും ഇല്ലാതെയൊക്കെ വലിയമ്മാവന്റെ സമ്പാദ്യം പോലെ അവനെന്തായാലും ഇവൻ കുറെ സമ്പാദിക്കുന്ന വേണമെന്ന ഈ സഹോദരി അവനോട് വളരെ അടുത്ത് നിന്നിട്ട് ഞാൻ പുറത്തോട്ട് വിദ്യാൻ പതുക്കെ പറയാനും അപ്പുറത്തെ മുമ്പിൽ കേൾക്കണം. ഇവിടെ പ്രൈവേദി ഒന്നാണെന്ന് അപ്രസിദ്ധീകരിക്കുന്നല്ല.
ഇല്ല ഇങ്ങനെയുണ്ട്. കഴിവേറി വന്നാൽ നോക്കിക്കുന്നു. അമ്മാനും ചീത്തയായി ഭരിക്കും. ശരിയാ മറിക്കുക. ഈ തിരുമുമ്പിൽ വേല എന്ന് പറയും. ബഹുമാനമുണ്ടെങ്കിൽ കാണിക്കുന്നു. ഈ ആദ്യം അവന്റെ ജീവിതം മൊത്തം മൊത്തം. പിന്നെ അമ്മാൻ എവിടെയെങ്കിലും വേണ്ടാത്തതിന് ചെന്ന് കയറി ഇവനങ്ങ് ചെല്ലും. അമ്മാന്റെ തേനാലായി അവിടെ ചെന്ന് അത്രയും വെട്ടി പൊളിക്കുന്നു നശിപ്പിച്ച് എറിയുമ്പോ ഒരിക്കലും എനിക്ക് കുടുംബത്തെ നേട്ടാൻ ഞാൻ അങ്ങനെ ആക്ഷേപിക്കുകയാണ്. ഈ എടപ്പാളി പറഞ്ഞു ഏതൊരപ്പാളി അമ്മാനാകുന്ന നാട് ഇത്തനെങ്കിലും ഉണ്ടല്ലോ തെമ്മാടി തിരങ്ങുന്നു. അങ്ങനെ ഇവരെല്ലാരും തെമ്മാടികളാണ്.